ഇന്നത്തെ വിഷുവിന്റെ തിരക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? ഓക്കെ ഹായ് സാർ, എങ്ങനെയാ സുഖല്ലേ? ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്ക്? അടിപൊളി. ഓക്കെ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുള്ളത് മുട്ടായി തെരുവിലാണ്. ഓക്കെ, അപ്പോൾ മുട്ടായി തെരുവ് തിരക്കാണ്. പൊളി, എൻജോയ്. യെസ്. ഓക്കെ, വിഷു, ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് വിഷുവിൻ്റെ തിരക്ക്? അപാര തിരക്കാണ്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ പന്നിയങ്കര. അപ്പോൾ അവിടെ എങ്ങനെയാണ് വിഷുവിൻ്റെ കാലാവസ്ഥ ഒക്കെ ഉള്ളത്? പടക്കൊക്കെ പൊട്ടിച്ചെല്ലാവരും ആണല്ലേ. ഓക്കെ, പടക്കം വാങ്ങിയോ? ഏതൊക്കെ മോഡൽ പടക്കം ഇഷ്ടം? ഓക്കെ, ഡ്രസ്സൊക്കെ എടുത്തോ? ഏതൊക്കെ മോഡലാണ് ഡ്രസ്സ് എടുക്കുന്നത്? ഞാൻ വിൻറ്റേജ് എടുത്തു. ആണ്, വിൻറ്റേജ് എടുത്ത്. ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞോളൂ. അപ്പോൾ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ഈ മിഠായി തെരുവ്? എങ്ങനെയുണ്ട് മിഠായി തെരുവ്? പണ്ടത്തെ മാതിരി മിഠായില്ല. ഓക്കെ, പണ്ടത്തെ മാതിരി മിഠായില്ല. ആ അതെ, യെസ്. നമ്മുടെ ഷീറ്റിന്റെ ഒക്കെ നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം. നമ്മളെല്ലാ ലെവലും എന്ന് പറയണ്ടേ ഇതിനെ കുറിച്ച് എന്തായി? ഓക്കെ, അപ്പൊ ഈ ഷീറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ ഗൈസ്, അവിടെ കാണുന്ന ഷീറ്റാണ് ഇവർക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഷീറ്റിന്റെ ഇതാ നിങ്ങൾക്ക് വേണ്ടത്? അതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നല്ല ഫ്ലൂറസെന്റ് കളേഴ്സിൽ കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ബിഗ് ബോസിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് കൊടും തിരക്കാണ്. കൊടും തിരക്ക് എന്ന് വെച്ചാൽ ഇന്ത്യ മോനെ ഫുള്ള് തിരക്ക് ഗൈസ്. വിഷയമാണ് തിരക്കാണ്, ഫുള്ള് തിരക്കല്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്ക്? അടിപൊളി. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തിരക്ക് വരുന്നത്. വിഷയമാണ്. കണ്ടോ, നടക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. നടക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. മൊത്തം തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. വിഷുവിനൊന്നും നല്ല തിരക്കാണ് ഗൈസ്. വിഷയമാണ് തിരക്ക് ഗൈസ്. അങ്ങനെ ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ വളരെ വിഷയം തിരക്കാണ് ഗൈസ്. ആ സൈഡിൽ തിരക്കാണ്, ഈ സൈഡിൽ തിരക്കാണ്. നമുക്ക് എവിടേക്ക് ക്യാമറ തിരിച്ചാലും ഇവിടുത്തെ ഈ മിഠായി തെരുവ് ഫുൾ തിരക്കാണ്. പിന്നെ അവിടെ കുറച്ച് അധികം തിരക്കുണ്ട്, നമുക്ക് അവിടെ ഇങ്ങനെ പോവാം. അപ്പോൾ ചോദിച്ചേക്കാം. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്ക്? എങ്ങനെയുണ്ട് വിഷുവിൻ്റെ? പോകുന്നുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തോ? ആണല്ലേ. ഹാപ്പി വിഷു. ഓക്കെ, ഇതൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, അനസ് വ്ലോഗ് 21. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വരുന്നത്. ഫുൾ വിഷയം തിരക്കാണ്. വിഷയം തിരക്ക് എന്ന് വെച്ചാൽ വിഷയം തിരക്ക്. അവിടെ എന്തോ പരിപാടിയൊക്കെ എന്തോ നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയോക്കാം ഗൈസ്. അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഫുള്ള് ഈ പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് പോയി ഇങ്ങനെ നോക്കാം. അവിടെ ഈ മുട്ടായി തെരുവുള്ള എല്ലാ കാഴ്ചകളും ഇതിൻ്റെ വ്ളോഗിലുണ്ടാവും. ഞാനിങ്ങനെ ഒന്ന് മാറ്റി നിർത്തുന്ന സംഭവങ്ങളേ ഇല്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വിഷയമാണ്. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇവിടെ മൊത്തം വലിയൊരു പരിപാടിൻ്റെ ഒരു സംഗതിയിലാണ്. ചേട്ടാ പ്ലക്കാർഡ് നോട്ടെ. ആണല്ലേ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വഖഫിൻ്റെ ആണല്ലേ ഗൈസ്. ഇവിടെ എന്തോ എന്തോ ഒരു പാർലമെൻറ്റിൻ്റെ എന്തോ ഒരു ഇതാണ്. ഇതവിടെ മലയാളത്തിൽ എന്തോ ഉണ്ട്. മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു ആണോ? എപ്പോഴാണ് ഇല്ലാതാക്കുന്നത്? ഇല്ലാതാക്കുന്നുണ്ട്. പ്രശ്നമാണോ? ആണല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവൻ ചോദിച്ചു നോക്കാം, ഇവിടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് മതസൗഹാർദ്ദം? നിയമത്തിനെതിരെ ആണല്ലേ. ഓക്കെ, ഇതൊരു യൂട്യൂബ് ചാനലായിരുന്നു, അനസ് വ്ലോഗ് 21. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ടാണ് വ്ലോഗ് എടുക്കുക. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. അപ്പോൾ ഹാപ്പി വിഷു. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ബ്രോ ഇവിടെ എവിടെ ഉണ്ട്, നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് ഫുള്ള് പരിപാടി? വിഷു അല്ല, അവിടെ ഫുള്ള് വിഷു അല്ല, അവിടെ എന്തോ മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് വലിയ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതുണ്ടാവില്ലേ അവിടെ ഓരോരുത്തരും ഓരോ പാർട്ടിന്റെ ഒക്കെ പരിപാടികൾ ഉണ്ടാവും. കുറച്ച് ഉറക്കെ പറഞ്ഞോളൂ. പാർട്ടിന്റെ പരിപാടികൾ ഉണ്ടാവും, കല്യാണത്തിന്റെ പരിപാടികൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ. കോഴിക്കോട് സിറ്റി ആണല്ലോ, ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വരും, ബാക്കി പറഞ്ഞുതരാം.
ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ അതെ വെറുതെ ഗൈസ്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മള് വലിയ എന്തോ പ്രശ്നത്തിലായി വിചാരിച്ചിട്ടേ ഭയങ്കര വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് സീരിയസ് ആവാം. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ മിഠായി തെരുവ്? മിഠായി വിഷുവിനൊക്കെ ചെറിയ തിരക്കുണ്ടോ? നല്ല കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇപ്പോ പണ്ടത്തെമാരെ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോ വിഷുവിനിപ്പോ എന്താ പറയാണെങ്കിൽ ഇപ്പൊ ഹിന്ദുക്കളാണ് കൂടുതൽ. ഹിന്ദുക്കളാണ്, അതെ ഹിന്ദുക്കളാണല്ലോ കൂടുതൽ. ഇപ്പൊ നല്ല കളക്ഷൻ വന്നിക്കണ്, നല്ല പൊട്ടിട്ട് മക്കളുണ്ട്. അമ്മോ ഇന്നത്തെ മിഠായി തെരുവില് ഞാൻ കാണാത്ത കുറച്ച് സംഭവങ്ങൾ കണ്ട്. എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ആ ദൂരത്ത് ഫുൾ പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് ഭയങ്കര വലിയ എന്തോ ഒരു പരിപാടി നടക്കുന്നത്. ഞാൻ അപ്പോഴും ഈ നാട്ടുകാർ മൊത്തം വിചാരവും നമ്മൾ ആരോ ആണെന്ന്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ബ്ലോഗറാന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അതിനിപ്പോ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ വ്ലോഗ് ചെയ്ത് നടക്കുന്നത്. അതെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടെ എന്തൊക്കെ ഫംഗ്ഷൻസോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളത് വ്ലോഗിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാൻ മതി. മാക്സിമം ലൈക്ക് അടിക്കുക. അൻസ് വ്ലോഗ് പറഞ്ഞാൽ വേറെ ലെവലാണ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ മിഠായി തെരുവില് അൻസിനെ അറിയാത്ത ആൾക്കാരില്ല. ഓക്കെ, ഞാൻ ഓപ്പണായിട്ട് പറയാട്ടോ, ഈ അൻസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാ ഷോപ്പിലും ഈ അൻസിനെ അറിയാത്ത ആൾക്കാരില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു പാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പാട്ട് പാടാൻ അറിയൂല, അല്ല സറാപ്പ് പോലെ മിന്നി മിന്നി കളിക്കും. ആ പാട്ടാ ഇന്നലെ ഈ പഠിപ്പിച്ചെന്ന പാട്ട്, അതൊന്ന് പാടും. സറാപ്പ് പോലെ മിന്നി മിന്നി കളിക്കും ജങ്കടിക്ക് ജിങ്ക അഞ്ചടിക്ക് ജിങ്ക അങ്കടിക്ക്. നമുക്ക് ഒന്ന് സെന്ററിലേക്ക് വരാം. നമുക്ക് ഇവിടുത്തെ ഒന്ന് കാര്യങ്ങളൊന്ന് നോക്കാം. കാര്യങ്ങൾ പറയാണ്. ഇവിടെ നല്ല 5 സ്ലീവ് ടീഷർട്ട് ഉണ്ട്, നല്ല ഇമ്പോർട്ട് റേറ്റ് ആണ്. ഷോപ്പിലേക്ക് 400 ഒക്കെ വരുന്ന ഐറ്റം ആണ്. എന്റെ മോനെ ഗൈസ്, മുട്ടായി തെരുവത്തെ വൻ വിലക്കുറവാണ് കാണുന്നത്. വിലക്കുറവാണ്, നല്ല ഐറ്റാണ്. അപ്പൊ എവിടുന്നൊക്കെ ഉള്ള ആൾക്കാരെ വരുന്നത് പറഞ്ഞു? പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, ഫറോക്ക്, കൊളത്തറ, കുന്നത്തുപാലം, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ മിഠായത്തിൽ കച്ചവടത്തിന് വന്നാണ് ഗൈസ്. ഇപ്പോ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. മിഠായത്തിൽ അറിയാത്ത ആൾക്കാരില്ല. ഒരുപാട് കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോ ഇനി നമുക്ക് ഇങ്ങനെ ആ പ്ലക്കാർഡ് ഉള്ള സ്ഥലത്തൊന്ന് പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നാലോ, എന്താ നോക്കാം. ഓക്കെ, ശരിക്കും ഈ മിഠായി തെരുവിൽ വന്നിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്, മിഠായി കാണാൻ പറ്റുന്നില്ല. മിഠായി കാണാൻ പറ്റില്ല, മിഠായി കടയിൽ പോകണം, നല്ല മിഠായി കാണാൻ പറ്റും. ഓ ഡാർക്ക്. പിന്നെ ഈ ഒരു മിഠായി തെരുവില് ഈ ഒരു തൊപ്പില്ലേ, ഈ MRZ തൊപ്പി, ആ തൊപ്പി എന്ന് പറഞ്ഞാൽ നിഹാദ് വന്നാൽ ഈ മിഠായി തെരുവ് എങ്ങനെ ആയി മാറും? നിഹാദ് വന്നാലും ജാഫർക്കാക്ക് വന്നാലും സുധീർക്കാക്ക് വന്നാലും എല്ലാവർക്കും ആണല്ലേ? ഈ നിഹാദ് തൊപ്പില്ലേ, അവര് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓന്റെ അഭിപ്രായം എന്താ? ഓന്റെ അഭിപ്രായം, നിഹാദിന്റെ അഭിപ്രായം തൊപ്പിട്ടിട്ട് ഓരോരുത്തരും ഓരോ വെറൈറ്റി അല്ല ആണല്ലേ? നിഹാദ് തൊപ്പിട്ടാലും ജാഫർക്ക് തൊപ്പിട്ട് നിഹാദ് ചെക്ക ഈ വ്ലോഗ് നീ കാണുന്നുണ്ടോ? വിചാരിക്കണ്ട, തൊപ്പിട്ടിട്ട് അവിടെ ഇങ്ങനെ ജിങ്കടാക്കി കളിക്കുമ്പോ നമ്മളിവിടെ വേറെ കളി കളിക്കുന്നുണ്ട്. മനസ്സിലാവില്ല. ഈ കുറെ വ്ലോഗും ചെയ്തിട്ട് ഇങ്ങനെ കടത്തുണ്ടല്ലോ. അതെ, പിന്നെ ഈ ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. കോഴിക്കോടേക്ക് വാടാ, കോഴിക്കോടേക്ക് വാ. ഒന്നുമില്ല, പ്രശ്നമില്ല. ഓക്കെ, പോയിക്കോളൂ. എന്താല്ലേ ആൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ട്. യെസ്, എന്നാ വരും. എന്നോട് മുട്ടണ്ട വെറുതെ. അതെ അതെ, അന്റെ എല്ലാ അടവും കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാണ്. അതെ, അപ്പൊ തൊപ്പിക്ക് നമുക്ക് ഒരു നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാന്ന് വെച്ചാല് തൊപ്പിക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കണല്ലോ. അതെ, ഈ തൊപ്പി ശരിക്കും ലൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഓന്റെ ഒരു ചെക്കൻ മമ്മു എന്ന് പറഞ്ഞിട്ട്, ഒരു മമ്മദ് പറഞ്ഞ ചെക്കൻ, ഓനോ ഒരു മുട്ടൊക്കെ അടിച്ചിട്ട് വേറെ ചെക്കൻ കേറി വരുന്നുണ്ട്. ഓനൊക്കെ ഏതാ? അതെ, ഏതാണ്? യൂട്യൂബിൽ ഇവന്റെ വ്ലോഗ് കണ്ടോണ്ടി. എടാ, നിങ്ങളൊക്കെ ഏതാണ്? നമ്മളൊക്കെ ഇവിടെ വേറെ വെറൈറ്റി കളി കളിക്കുകയാണ്, വേറെ ലെവല്. എനിക്ക് വലിയ മാല ഇടുമ്പോ ഞാൻ നൈസ് മാല ഇടും. അതെ, ഇതിന്റെ കൈന്റെ മുകളിലാണ് വെച്ചാൽ നീല റിബൺ ഉണ്ട്. ആ ടൈമിൽ വളക്കുണ്ട്. ഈ കണ്ടു പഠിച്ചോ, ഇതേമാതിരി മലയാളം പറഞ്ഞ് സംസാരിക്കും. അതെ, ഈ ഫുള്ള് കടത്തലും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ പബ്ലിക് ആയിട്ടാണ് വ്ലോഗ് എടുക്കുന്നത്. അതിനെ കൂടെ പറ്റുമോ? ഇത് നിങ്ങൾക്ക് ഈ വീട്ടില് റൂമിലിരുന്നിട്ട് വലിയ ലൈവും ഫാന്റെ കാറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ ഈ സ്ട്രീറ്റിൽ വെച്ചിട്ട് പരിപാടി എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഫുൾ റൗണ്ട് കളി. ഇതാ കണ്ടോ, പബ്ലിക്കിലാണ്, പബ്ലിക് കളിയാണ്, ഫുൾ പബ്ലിക് കളി. ഓക്കെ, കണ്ടോ, ഈ ഒരു ജനങ്ങളെ നടുവെന്നാണ് നമ്മളെ വ്ലോഗ് വരുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോട്ടെ. ഇപ്പൊ കുറച്ച് തൊപ്പിക്കുട്ടാനൊക്കെ ഒന്ന് കാണട്ടോ, ഈ അൻസിന്റെ വ്ലോഗ് ഒന്ന് കണ്ടോ. ഓക്കെ, അപ്പൊ ഉഷാറല്ലേ? കളിക്കുമ്പോ നമ്മൾ പുറത്തിട്ട് കളിക്കാം. അത് മതി. തൊപ്പി എന്തായാലും ഈ വീഡിയോ കാണാൻ മതിയോ? ആണല്ലേ? ഓക്കെ, തൊപ്പി. അപ്പോൾ നമ്മൾ രണ്ടാളും ഒന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാണ്, നമ്മളൊന്ന് ലൈവിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അതെ, നമ്മൾ ഈ കാണാൻ വേണ്ടിട്ട് ഈ കളിയൊക്കെ കളിച്ചു. അല്ലാണ്ട് അന്ന സ്റ്റൈലായിട്ടല്ല, ഈ അടിപൊളിയാണ്, ഈ ടോപ്പാണ്. അതെ, തൊപ്പി പിന്നെ മമ്മദ് എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ
മറ്റേ ആടിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ എന്നെ തല്ലിക്കൊല്ലല്ലേ സമീർ സാറ് പറയുന്നത് ആ ഒരു സീനാണ്. അതെ, ഒന്ന് പറയൂ. അത് ഞാൻ അങ്ങനെ പറയാം, ഞാൻ വേറെ രീതിയിൽ പറയാം. എന്നാ ഒന്ന് പറയൂ. ഡയലോഗ് ഒന്നുകൂടി പറഞ്ഞു. എന്നെ തല്ലിക്കൊല്ലല്ലേ സമീർ സാറ് എന്നെ കൊണ്ട് അറിയാണ്ട് പറ്റിപ്പോയതാണ്. എന്നെ തല്ലിക്കൊല്ലല്ലേ സമീർ സാറേ, എന്നോട് അറിയാൻ പറ്റിപ്പോയതാ. ഞാൻ എന്തെങ്കിലും തരാം, എന്നാലും വേണ്ടില്ല. നാളെ ഞാൻ വരുന്നുണ്ട്, നാളെ ഞാൻ പൈസ ഇട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്നാ ഞാൻ അങ്ങനെ ഒന്ന് പോയോട്ടെ. എന്തെങ്കിലും സംഭവിക്കാന്ന് വെച്ചാല് ശ്രദ്ധിച്ചു നടക്കാൻ കഴിയില്ല. അതെ, അപ്പൊ കേൾക്കുന്നുണ്ടാവും ഇവിടെ നിൽക്കുന്ന ഈ മിഠായി തെരുവിലുള്ള വലിയ ടോപ്പ് ഹൈയസ്റ്റ് മാൻ ആണ് ഈ ഒരു വാക്കുകൾ പറയുന്നത്. ഓക്കെ ഞാൻ പോട്ടെന്നാല്. ഓക്കെ അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ തിരക്കിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. ചിലപ്പോ അവര് സ്റ്റെക്കായി പോകും. ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആണല്ലേ. ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്ന് തിങ്ങി നിറയാണ്. യൂട്യൂബറാണ് അനസ് വ്ലോഗ് 21. ഓക്കെ, ഒരായി പറഞ്ഞോളൂ. ഓക്കെ, ഹാപ്പി വിഷു ഗൈസ്. എന്ത് മനോഹരമായ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെ കോഴിക്കോട് മുട്ടായി തെരുവാണ്, ഫുള്ള് തിരക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചോക്കാം. മറ്റേ അന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഡ്രസ്സൊക്കെ എടുത്തോ? വിഷു എങ്ങനെയാണ്? ആണ്. എവിടെ വെച്ചാ ആഘോഷിക്കുന്നത്? വീട്ടിൽ തന്നെ. എങ്ങനെ പടക്കോ? ആണ്, സെറ്റാണല്ലേ? യെസ്. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? ഓക്കെ, ഹായ് സാർ, എങ്ങനെയാ? സുഖല്ലേ? ഹാപ്പി വിഷു. അതെ, ഇത് പറക്ക്. ഓക്കെ ഗൈസ്, സാർമാരൊക്കെ നമ്മളെ ടീം തന്നെ. ഹായ് ഗൈസ്, പേരെന്താ? ഓക്കെ, പ്രാങ്ക് അല്ല, ഞാൻ ഒരു ബ്ലോഗറാ, അനസ് വ്ലോഗ് 21. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനാ. ഇന്നത്തെ വിഷുവിന്റെ തിരക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആണല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഗൈസ്, ഇവിടെ മൊത്തം ഫാൻസ്. ഹാപ്പി അല്ലേ? ഇങ്ങോട്ടൊരു ഗൈസ്, നമ്മളെ ഫാൻസ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റാണ്. ഇതെന്താണ്? ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇതിന്റെ ഇത് കണ്ടില്ലേ? ഇവിടെ നോക്കിട്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞാല് നമ്മളെ ബലിക്കുന്ന ആണ്. ഇവിടെ നോക്കിട്ട് എനിക്ക് പെണ്ണിട്ടുള്ള കാര്യം പറയുന്നത്. എനിക്ക് പെണ്ണില്ലെങ്കിൽ പെണ്ണിട്ടുള്ള കാര്യമല്ല. എനിക്കൊരു യൂട്യൂബിലൊരു 3 മില്യൺ ആവണം. എത്ര? 3 മില്യൺ. ചെറിയ മോഹങ്ങളാണ് കണ്ടിലാകെ കുറച്ചുള്ളൂ. ചെറിയ മോഹം. ഒരു 3 മില്യൺ എനിക്ക് യൂട്യൂബിൽ വേണം അർജന്റ് ആയിട്ട്. എനിക്കൊരു പെണ്ണിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ആണ്. ഓക്കെ, സെറ്റ് ആവും. ഓക്കെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു മയൻ്റെ ഒരു സ്റ്റോറി ഇട്ടതിനോട് ഇന്നെല്ലാവരും ഊക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിനി ലീവ് എടുക്കുന്നേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ലീവ് എടുത്തതാണ്. കഷ്ടപ്പെട്ട് ഡെയിലി ഇവിടെ വന്ന് കളിക്കാന്ന് പറഞ്ഞാൽ ടാസ്ക് പരിപാടി ചെയ്യുമ്പോൾ ടാസ്ക് ഒന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കാം, മയണ്ടോ? ഞാൻ കൊടക്കായിട്ടാ വന്നത് എന്റെ സ്റ്റോറി കണ്ടിട്ട്. ആണ്. ഇന്ന് പേരും വെയില. അമ്മോ. ഓക്കെ, അപ്പൊ ഞാൻ ശരിക്കും നാട്ടിൽ മയണ്ടേനി കേട്ടോ, അതാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, ഒരായി പറഞ്ഞോളൂ. ഹാപ്പി വിഷു. ഓക്കെ, ഈ വിഷുവിനൊക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നത്? ആണല്ലേ? ഓക്കെ, പടക്കം വാങ്ങിയോ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് എങ്ങനെയുണ്ട് ഇവിടുത്തെ? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. അപ്പോൾ ഹാപ്പി വിഷു ഗൈസ്. ഇവിടെയൊക്കെ ഈ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർ തന്നെ നല്ല രീതിയിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല തണലുള്ളടത്ത് ഇങ്ങനെ വെച്ച് ഒരുപാട് ജനങ്ങൾക്ക് ഈ മുട്ടായി തെരുവിൽ ഇങ്ങനെ വന്നാൽ വെയിൽ കൊള്ളാണ്ട് ഇങ്ങനെ നടന്നു പോകാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നേരത്തെ ഉള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി ഒരു ഷീറ്റ് കയ്യെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.